ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ പ്രധാനമന്ത്രി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. ക്രൂയിസ് ഭാരത് മിഷൻ കീഴിൽ വികസിപ്പിച്ച ടെർമിനൽ മുംബൈയെ പ്രീമിയർ ക്രൂയിസ് ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് മുംബൈയിലേത്. ക്രൂയിസ് ഭാരത് മിഷന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത ഈ ടെർമിനൽ ഇന്ത്യയുടെ സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും മുംബൈയെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിനും സജ്ജമാക്കുകയാണ്. 4,15,000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള MICT പ്രതിവർഷം 1 ദശലക്ഷം യാത്രക്കാരെ വരെ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. ഒരേ സമയം 5 ക്രൂയിസ് കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. 72 ചെക്ക് ഇൻ ഇമിഗ്രേഷൻ കൌണ്ടറുകളുള്ള ഈ ടെർമിനൽ യാത്രക്കാർക്ക് സുഗമവും കാര്യക്ഷമവുമായ അനുഭവം പ്രദാനം ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അത്യാധുനിക അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ഇന്ത്യയെ ഒരു ആഗോള ക്രൂയിസ് ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. ദിവസവും 10,000 മുതൽ 15,000 വരെ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട്. CBU കഫേകൾ, റീറ്റെയിൽ സ്റ്റോറുകൾ, ഡൈനിങ് സോണുകൾ എന്നിങ്ങനെ നിരവധി സൗകര്യങ്ങൾ ടെർമിനലിലുണ്ട്. ഓഷ്യൻ ഹാർബർ ക്രൂയിസ്, റിവർ ആൻഡ് ഇൻലാൻഡ് ക്രൂയിസ്, ഐലൻഡ് ആൻഡ് ലൈറ്റ് ഹൌസ് ക്രൂയിസ് എന്നിവയാണ് ടെർമിനലിന്റെ നെടുന്തൂൺ. 556 കോടിയാണ് ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലിന്റെ നിക്ഷേപം. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.